ഹരി ഓം സ്വാമി. തുടങ്ങോ? റെഡി. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യുന്നത് മറ്റേത് ഇതിന് മുമ്പേ ചെയ്ത സെക്ഷൻ അകൽച്ച, ദ ഗ്യാപ്പ് ബിറ്റ്വീൻ എക്സ്പെരിമെന്റൽ ആൻഡ് എപ്രയോറി തിങ്കിങ് ആണെങ്കിൽ ഇത് ഇന്നത്തെ നമ്മുടെ എന്താണ് എക്സ്പെരിമെന്റലും എപ്രയോറിയും തമ്മിലുള്ള ഗ്യാപ്പ് അല്ല, ഹൗ ദ ഇന്റർപെനട്രേറ്റ്. അപ്പോൾ ഇവിടെ പക്ഷെ അങ്ങ് ഹെഡിങ് കൊടുത്തിരിക്കുന്ന എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പെരിമെന്റ് ഹാവ് ടു ഇന്റർപെനട്രേറ്റ് ടു റിവീൽ ദ അബ്സല്യൂട്ട്. അപ്പൊ ഇവിടെ എക്സ്പെരിമെന്റ് ഉണ്ട്, പക്ഷെ എക്സ്പീരിയൻസ് ഉദ്ദേശിക്കുന്നത് എക്സ്പീരിയൻസ് കിട്ടിയിട്ട് ഫ്രം ദ സെൻസസ്, അതിൽ നിന്ന് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്ന ആ സ്പെക്കുലേറ്റീവ് ആയിട്ടുള്ള തലത്തിൽ, ദാറ്റ് ഈസ് പ്രയോറിറ്റി തിങ്കിങ് പോലെ അതായിരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഇന്റർപെനട്രേറ്റ് ചെയ്യണം, ഗ്യാപ്പ് അല്ല വേണ്ടത്. അതായത് മോഡേൺ സയന്റിസ്റ്റ് ഒക്കെ അവരുടെ ആ തലത്തിൽ നിൽക്കുന്നത് അവിടെ തന്നെ നിന്നിട്ട് എപ്രയോറിയിലോട്ട് വരാത്ത ആ രീതി ചിന്തിക്കാത്തതിന്റെ ഗ്യാപ്പ് അതല്ല ഇവിടെ സൂചിപ്പിക്കുന്നത്. അതിന്റെ നേരെ മറിച്ച് ഇത് രണ്ടും എങ്ങനെ ഇന്റർപെനട്രേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ആബ്സല്യൂട്ടിനെ കുറിച്ചൊരു ശരിയായ ഒരു ധാരണ കിട്ടൂ. അപ്പോൾ അത് തുടങ്ങുന്നത് വിത്ത് അതിനകത്ത് ഫോർമോസ്റ്റ് ആയിട്ട് നല്ല സ്മാർട്ടായിട്ട് നിന്ന ഒരു മോഡേൺ ഫിലോസഫറാണ് ഹെൻറി ബെർഗ്സൺ. അദ്ദേഹം ഒരു ഫ്രഞ്ച് ഫിലോസഫർ ആയിരുന്നു, മോഡേൺ ഫിലോസഫർ. അപ്പോ നട്ടരാജഗുരു അദ്ദേഹവും ഫ്രാൻസിലല്ല പിന്നെ റിസർച്ച് വർക്കും ഒക്കെ ചെയ്തത്. അപ്പോ ഇറ്റ് ഇസ് ഫ്രം ദാറ്റ് സോഴ്സ്. അപ്പോൾ അങ്ങനെയുള്ള മെറ്റാഫിസിക്സിന്റെ സ്റ്റഡീസ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ അവിടെ എന്താണെന്ന് പറഞ്ഞാൽ he was one philosopher who very much gave and he sort of gave full importance. He was attracted also by that the notion of the absolute. അദ്ദേഹത്തിന്റെ പല വർക്ക്സിൽ അത് ഇങ്ങനെ ആബ്സല്യൂട്ടിസ്റ്റ് വിഷൻ അദ്ദേഹത്തിന്റെ റീഡേഴ്സിന് അതിനകത്ത് പിന്നെ എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ വെരി ഗാർഡഡ്ലി ചിലടത്ത് അത് കാണിച്ചിട്ട് പിന്നെ അങ്ങ് വിത്ഡ്രോ ചെയ്യുമായിരുന്നു. അത് ഇന്റൻഷനലി, ബിക്കോസ് ഹി ഡിഡ്ന്റ് വാണ്ട് ടു മോഡേൺ മാൻ ടു സോർട്ട് ഓഫ് എന്താ പറയാ, അത് ഇഷ്ടമില്ലാത്ത രീതിയിൽ അവരൊന്ന് അതിനെക്കുറിച്ച് വ്യൂ ചെയ്യരുതായിരുന്നു. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ഫിലോസഫി അതിന്റെ ഫുൾ സയന്റിഫിക് ക്യാരക്ടറും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കൂടുതൽ അങ്ങോട്ട് അതിനെക്കുറിച്ച് പറഞ്ഞില്ല. നല്ല ഗാർഡഡ് വേ ആണ് അത് റീഡ് ചെയ്തത്. ഇദ്ദേഹത്തിന്റെ പിന്നെന്താണ് ഇദ്ദേഹത്തിന്റെ ആ സ്റ്റാൻഡ് ഈ കാര്യത്തില് എന്താണ് അദ്ദേഹം പറയുന്നത്? എവല്യൂഷൻ എന്ന് പറഞ്ഞൊരു ടേം യൂസ് ചെയ്ത് അത് അദ്ദേഹത്തിന്റെ ബുക്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഇതാണിത്. വാട്ട് ഇസ് ദാറ്റ് ഫിലോസഫിക്കൽ തിയറി? അദ്ദേഹം പ്രപ്പോസ് ചെയ്ത ഒരു ഫിലോസഫിക്കൽ തിയറിയാണത്. അതിനകത്ത് പറയുന്നത് എവല്യൂഷൻ, അതായത് ഈ ക്രിയേറ്റീവ് എവല്യൂഷൻ, സൃഷ്ടിപരമായ പരിണാമം, അത് എന്താണെന്ന് പറഞ്ഞാൽ അത് സ്വതന്ത്രമായ ഫ്രീ എമർജൻസ് ഓഫ് ദ ഇൻഡിവിജ്വൽ ഇന്റലിജൻസ്. അപ്പോൾ ആ ഇൻഡിവിജ്വൽ ഇന്റലിജൻസ് സർവ്വസാധാരണ ഭൗതിക ജീവിതത്തിൽ അങ്ങനെ നിൽക്കാതെ കുറച്ചുകൂടെ പരിണാമപ്പെട്ട ശ്രേഷ്ഠമായ ഒരു തലത്തിൽ പരിണാമപ്പെട്ട് വരുന്നതാണ്. അത് എന്തോ പോലെ ആയിരിക്കില്ല, ആ പരിണാമം എങ്ങനെ ആയിരിക്കത്തില്ല, കണ്ടീഷൻഡ് ആയിട്ട് ചില ഫ്യൂച്ചർ എയിംസിന് വേണ്ടിയോ അല്ലെങ്കിൽ അപ്പോൾ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന ഫോഴ്സസിൽ നിന്നും ഒന്നും ഉണ്ടാവുന്നതല്ല, അല്ലാതെ ഇറ്റ്സ് ഫ്രം ഇൻസൈഡ്. ആ സബ്ജക്റ്റീവ് തലത്തിലുള്ള ഒരു എവല്യൂഷനാണ്. അതാണ് ആ ക്രിയേറ്റീവ് എവല്യൂഷൻ അവിടെ പറയുന്നത്. അപ്പോൾ അവിടെയാണ് അത് റിഫർ ചെയ്യുന്നുണ്ട് അല്ലേ ഇതിനകത്ത്, ക്രിയേറ്റീവ് എവല്യൂഷൻ. അപ്പോൾ എന്താണ് ഈ intermediate character, discover the experiment of the science
അപ്പൊ ഇത് ഞാൻ പറയുന്നത് ഇടയ്ക്ക് ഇത് രണ്ടിന്റെ ഇടയ്ക്ക്, അതായത് ഒന്ന് എക്സ്പെരിമെന്റ് നടത്തിയിട്ട് സെൻസസിൽ നിന്ന് നമ്മൾ അത് ഗ്രഹിച്ചെടുക്കുന്നത്, അതും പിന്നെ അതിനെ സംബന്ധിച്ചതായ ഉള്ളിലെ നമ്മുടെ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ്, അതായത് ഇൻറ്റ്യൂട്ടീവായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കും. ആ ഒബ്സർവേഷനെ കുറിച്ച് ലോജിക്കലായിട്ട്, ഇൻറ്റ്യൂട്ടീവ് എന്ന് പറയുമ്പം അതീന്ദ്രിയമായ ലോജിക്കൽ ഒരു തലം, മീൻസ് നോട്ട് ബേസ്ഡ് ഓൺ ദ സെൻസസ് എനിത്തിങ് ബട്ട് മോർ ദൻ ദാറ്റ്, ആ ഒരു ഇവോൾവ് ലെവലിൽ, ശ്രേഷ്ഠമായ ഒരു ഇന്റലിജൻസ് ലെവലിൽ ചിന്തിക്കുമ്പം ആ ഇൻറ്റ്യൂട്ടീവ് ഇന്നർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇതിനകത്ത്, അതും എക്സ്പെരിമെന്റ്, സയൻസിന്റെ എക്സ്പെരിമെന്റിൽ നിന്നും കിട്ടിയ റിസൾട്ടും ഇത് തമ്മിലുള്ള ഇടയ്ക്ക് ഒരു ഇടനില ഉണ്ടാവും, ഇന്റർമീഡിയറ്റ് ക്യാരക്ടർ. ആൻഡ് അത് ആ കണക്ട് ചെയ്യുന്നത്, ആ എക്സ്പെരിമെന്റും ഈ എക്സ്പീരിയൻസും തമ്മിൽ കണക്ട് ചെയ്യാൻ എല്ലാ ജീവജാലങ്ങൾക്കും പറ്റുന്നതാണ്. എസ്പെഷ്യലി ദോസ് മോർ ഇവോൾവ്, അവർക്ക് പറ്റുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു എവല്യൂഷൻ അവന് വന്നാൽ, അവൻ അങ്ങനെ ഇവോൾവ് ചെയ്യാൻ പറ്റുമെങ്കിൽ, അങ്ങനത്തെ ഒരു എവല്യൂഷൻ, ആ സബ്ജക്റ്റീവ് തലത്തിൽ ഒരു എവല്യൂഷൻ, ആ പരിണാമം ഉണ്ടാവുകയാണെങ്കിൽ അത് പിന്നെ എന്താണ്, ലോജിക്കോഡ്മാണ്, ലോജിക് ബേസ് ആണ്. അതുകൊണ്ട് അത് സയന്റിഫിക് തിങ്കേഴ്സും പിന്നെ പ്രാക്ടിക്കലായിട്ട് പ്രായോഗികവാദികൾക്കും സയന്റിഫിക് തിങ്കേഴ്സിനും അതിന് പിന്നെ അവർക്കും അതിനോട് യോജിക്കാൻ പറ്റും. അങ്ങനെയാണ് കുറെ പേരെ അങ്ങനത്തെ ഉണ്ടായിരുന്നു, സയന്റിസ്റ്റ് അങ്ങനത്തെ ഉണ്ടായിരുന്നു, പറയുന്നുണ്ട്. ചാൾസ് പിയേഴ്സും വില്യം ജെയിംസും അവരായിരുന്നു അവിടെ മുൻ പന്തിയിൽ നിന്ന് ആ കാര്യത്തില്. മെറ്റാഫിസിക്സും ഒരുമിച്ച് വരുമ്പോ അദ്ദേഹം യൂസ് ചെയ്യുന്ന ഒബ്സർവേഷൻ, രണ്ടും അത് തന്നെയാണ്. ഒബ്സർവേഷൻ, ലോജിക് ആൻഡ് ഇൻറ്റ്യൂട്ടീവ് റീസണിങ്, ഇത് മൂന്നും ഇന്റർപെനിട്രേറ്റ് ചെയ്യണമെന്ന്. അത് രണ്ടും, അത് മൂന്നും അങ്ങനെ ഇന്റർപെനിട്രേറ്റ് ചെയ്താൽ മാത്രം ഫിസിക്സും മെറ്റാഫിസിക്സ്, ഫിസിക്സ് എന്ന് പറയുമ്പോൾ ഏത് ഭൗതിക ശാസ്ത്രം വേണമെങ്കിലും എടുക്കാം. ആൻഡ് മെറ്റാഫിസിക്സ് മറ്റേതാണ്, അതായത് മെറ്റാഫിസിക്സ് വിൽ ബി ദാറ്റ് ബ്രാഞ്ച് ഓഫ് ഫിലോസഫി ദാറ്റ് ഡീൽസ് വിത്ത് ദ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഓൾ തിങ്സ്, അതായത് എറ്റേണൽ ആയിട്ടുള്ള ആ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തായിരിക്കും. ഉദ്ദേശിക്കുന്ന മൂന്ന് കാരണം ലോജിക്ക് വേണം, അതിന്റെ കൂടെ അപ്പുറമായിട്ട് വളരെ എനിക്ക് തോന്നുന്നു ഇൻറ്റ്യൂട്ടീവ് റീസണിങ് ആണ് അദ്ദേഹത്തെ ഇതിന്റെ അകത്ത് ഒരു പ്രാധാന്യം അദ്ദേഹം എഴുതിയിരിക്കുന്നത്. വെറും ആ ഒരു മാറ്ററുള്ള ഒബ്സർവേഷൻ മാത്രമല്ല, അല്ലെങ്കിൽ ലോജിക്ക് മാത്രമല്ല, വെറും ലോജിക്കുമല്ല എന്ന് പറഞ്ഞാൽ ക്രിയേറ്റീവ് എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇൻറ്റ്യൂട്ടീവ് ആയിട്ട് ഉള്ളിലുള്ള ഒരു ഇന്നർ പ്രചോദനത്തിൽ നിന്നും, ഇന്നർ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന പവറിൽ നിന്നും ഉണ്ടാവുന്ന ഒരു വാട്ട് റൈസസ് ഫ്രം സച്ച് എ ഫോഴ്സ് ദാറ്റ് ലോജിക്കൽ റീസണിങ്, അത് ശ്രേഷ്ഠമായ ഒരു എനർജി ലെവലാണ്. ആ ഒരു എനർജി ലെവലിൽ നിന്നുകൊണ്ട് ആ ഒബ്സർവേഷനെ ആനലൈസ് ചെയ്താൽ, റീസൺ ചെയ്താൽ, അപ്പോൾ ആ ലോജിക്കും, അത്തരം ലോജിക്കും ഒബ്സർവേഷൻ അതിനെ വേണ്ടി അനലൈസ് ചെയ്യാനുള്ള ആ ശ്രേഷ്ഠമായ ലോജിക്കും ആ റീസണിങ്ങും ഇതെല്ലാം ഒരേ പ്ലാറ്റ്ഫോമിൽ നിൽക്കും. ഇതായിരിക്കും എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ലാസ്റ്റ് വലിയൊരു പാസേജ് കോട്ട് ചെയ്യുന്നുണ്ടല്ലോ, അതില് പറയുന്നു, ഇപ്പം മാറ്റർ എന്ന് പറയുന്നത് നമ്മുടെ സെൻസ് കൊണ്ട് പെർസീവ് ചെയ്യുന്ന സാധനവും പിന്നെ ഒരു സൈഡില് ഇന്റലിജൻസും നിൽക്കുവാണ്. എന്നാൽ നമ്മൾ ഈ പറയുന്ന മാറ്റർ അല്ലെങ്കിൽ അതിനെ നമ്മൾ കൂടുതൽ ഡീപ്പായിട്ട് പോകുമ്പോൾ അതിലുള്ള കുറച്ചുകൂടി ഡീപ്പറായിട്ടുള്ള മീനിങ്സ് വരും. അപ്പം അതില് ഇന്റലിജൻസ് അല്പം ഒരു സബ്റ്റിൽ എലിമെന്റ്സിലേക്ക് പോകുന്നതാണോ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ ഇന്റലിജൻസ് വരുമെന്ന് പറയുന്നത്.
അപ്പൊ അങ്ങനെ അവിടെ ഒരു ഇന്റഗ്രേഷൻ നടക്കുന്നു എന്നും അങ്ങനെ അദ്ദേഹം പറയുന്നുണ്ട്. എനിക്കത് കറക്റ്റ് ആയിട്ട് മീനിങ് കിട്ടുന്നില്ല. ഇതുമായിട്ട് അതിനെന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ പറയുന്ന ഈ ഇൻറ്റ്യൂട്ടീവ് റീസണിങ് അതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? The last paragraph. അതെ അതെ. Last paragraph is impossible to consider. അതാണോ? അതിന്റെ അകത്ത് ഇങ്ങനെ ഒരു ഇത് പറയുന്നുണ്ട്. ഞാനത് അപ്പൊ അവിടെ ഈ കാര്യവും പറയുന്നുണ്ട്. ഈ 3 കാര്യവും ഇന്റലിജൻസും മാറ്ററും 2 സൈഡ്. ഈ ഇന്റലിജൻസ് സ്പെഷ്യൽ ഇന്റലിജൻസ് ആണ്, ബേസ്ഡ് ഓൺ ദാറ്റ് സബ്ജക്റ്റീവ് എന്തോ ഏത് അടിസ്ഥാനത്തിൽ ക്രിയേറ്റീവ് എവല്യൂഷൻ വഴി വന്ന ഇന്റലിജൻസ്, പരിണാമപ്പെട്ട ഇന്റലിജൻസ്. ആ ഇന്റലിജൻസും ഈ മാറ്ററും തമ്മിൽ ഒരു സിമെട്രി ഉണ്ടെന്ന്. അപ്പോൾ ആ എനർജി ലെവൽസ് ഒക്കെ നോക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ അതിന്റെ ഒക്കെ കോൺഷ്യസ്നസ് ലെവലിലും മറ്റേതും ഒക്കെ നോക്കിയാൽ ദർ ഇസ് എ സിമെട്രി, കോൺകോർഡൻസ് ആൻഡ് കോറസ്പോണ്ടൻസ് 3 ഉണ്ട്. എന്ന് പറഞ്ഞാൽ ആ മാറ്ററുള്ള കാര്യം മനസ്സിലാക്കാനുള്ള ആ ലോജിക്കും തമ്മിൽ ഒരു കോൺകോർഡൻസ് ഉണ്ട്. അതിനോട് പിന്നെ ഒത്തുചേരുന്നുണ്ട്, കോൺകോർഡൻസ് ഉണ്ട്. എന്നിട്ടൊരു കോറസ്പോണ്ടൻസ്, ഇവ തമ്മിൽ ഒരു കണക്ഷൻ ഏതാണ്ടോ പോലെ ഉണ്ട്. ആ എനർജി ദാറ്റ് മസ്റ്റ് ബി ആൻ ഇൻവിസിബിൾ കണക്ഷൻ. നമുക്ക് ആ സൂക്ഷ്മതയിലെ അത് പിന്നെ ഇൻറ്റ്യൂട്ടീവായിട്ട് പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ. അതാ പറയുന്ന ആ എവല്യൂഷൻ ഉണ്ടാവണം. അപ്പോൾ അതായത് ഇവിടെ ബിക്കമിങ് ഇല്ല. Matter resolves itself more and more into mathematical relation, and on the other hand, essential faculties of our intelligence do not function with an absolute precision except when they are applied to geometry. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ മാറ്ററിന് ഒരു മാത്തമാറ്റിക്കൽ പ്രൊസിഷൻ ഉണ്ട്. എന്നാൽ ഫോർ ഇൻറ്റ്യൂട്ടീവ് റീസണിങ് അല്ലെങ്കിൽ സോ കോൾഡ് ഇന്റലിജൻസ് ദാറ്റ് ഹി ഈസ് യൂസിങ്, അതിന് അൺലെസ് ഇറ്റ് ഈസ് അപ്ലൈഡ് ടു ജോമെട്രിക്കൽ ദിസ് തിങ്, ഇപ്പൊ ഇദ്ദേഹം ഇന്റലിജൻസും ജോമെട്രിയും ഒക്കെ എന്തോ കണക്ട് ചെയ്ത് പോകുന്നു എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല അദ്ദേഹം അതൊക്കെ ഉദ്ദേശിക്കുന്നത്. എങ്കിലേ അതിന് പൊസിഷൻ വരുള്ളൂ. മാത്തമാറ്റിക്കൽ പൊസിഷൻ ആയിരിക്കും അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. കാരണം മാത്തമാറ്റിക്കൽ കോണ്ടെക്സ്റ്റിലാണല്ലോ പറയുന്നത്. അപ്പൊ മാത്തമാറ്റിക്കൽ പാർലൻസിൽ വരുമ്പോഴത്തേക്ക് കുറച്ച് ഇൻറ്റ്യൂട്ടീവായിട്ടുള്ള കാര്യങ്ങൾ ഒരു പ്രിസൈസ് ആയിട്ട് വരുന്നത് ജോമെട്രിക്കൽ ഇതിലായിരിക്കും രണ്ടും ഉള്ളത് അല്ലേ? എന്തോ അറിയില്ല, അതായിരിക്കും. അതന്നെ. പിന്നെ അവര് അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോഴും ഇത് പറയുന്നുണ്ട്, ഇത് നെസസിറ്റി ഫോർ ഓപ്പറേറ്റിംഗ് ഓൺ സർട്ടൻ സയൻസ് SIGNS സയൻസ് makes it difficult for many of us to arrive at mathematics. അതന്നെ. On the contrary, as soon as the obstacle has been surmounted, the spirit moves in this domain with an ease which it can find nowhere else. അപ്പോൾ ചിലത് നമുക്ക് സയന്റിഫിക് ഫീൽഡിൽ നിന്നുകൊണ്ട് നമ്മൾ ചെയ്യുമ്പം ചിലത് ചിലത് സ്റ്റഡി ചെയ്യുമ്പം ആ ഡിഫിക്കൽട്ടി ഒന്ന് സർമൗണ്ട് ചെയ്ത് എന്തെങ്കിലും എന്തോ എക്സ്പെരിമെന്റൽ എററോ എന്തോ ആണോ ഉള്ളത് അത് ഓവർകം ചെയ്താൽ പിന്നെ കുറച്ചുകൂടെ ആ കോറസ്പോണ്ടിങ് കോൺകോർഡൻസിലുള്ള ഇന്റലിജൻസും ആ കോറസ്പോണ്ടൻസും അത് കുറച്ചുകൂടെ നന്നായിട്ട് ഫങ്ഷൻ ചെയ്തിട്ട് സ്പിരിച്വലി യു വിൽ ബി more spiritually at ease. അങ്ങനെ ഒരു കാര്യം അങ്ങോട്ട് മാറിപ്പോയി. പിന്നെ ഇദ്ദേഹം പിന്നെ ഈ പറയുന്ന വിമർശിക്കുകയാണ് ബർഗ്സൺ അല്ലേ? ഫിലോസഫേഴ്സിനെയൊക്കെ അത് വിഷിയേറ്റഡ് ആണ്, അത് സ്റ്റാറ്റിക് ആണ്, അല്ലെങ്കിൽ മെക്കാനിസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഓവർ കൺസെപ്ച്വലൈസ്ഡ് അബ്സ്ട്രാക്ഷൻസ് ആണ്, only mathematical ആണ് in various degree from reality. അപ്പൊ അദ്ദേഹം അവിടുത്തെ നാരായണഗുരുവിന്റെ പബ്ലിക്കേഷന്റെ ബുക്കിന്റെ സെർച്ച് ഓഫ് നോം ഇൻ വെസ്റ്റേൺ തോട്ട്സ് അത് പറയുന്നു. നോം ഇൻ വെസ്റ്റേൺ തോട്ട്സ് അതില്
വെസ്റ്റേൺ ഫിലോസഫേഴ്സും അവര് ചിലര് അത് മനസ്സിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ന്യൂട്രൽ നോഷൻസ് അബ്സല്യൂട്ടിന്റെ ഉണ്ട്. അപ്പം അങ്ങനെ ഉള്ളതും കൊണ്ടാണ് ഈ പറയുന്നത് എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പെരിമെന്റ് അവിടെ യോജിച്ചു പോകുന്നു, ഗ്യാപ്പില്ലെന്ന്. ഇതുള്ളതും കൊണ്ട്, അതായത് എപ്രയോറി തിങ്കിങ് ഉള്ളതും കൊണ്ട് തന്നെയാണ് അങ്ങനെ നിൽക്കുന്നത്. കാരണം അവിടെ ഒബ്സർവേഷൻ, ലോജിക് ആൻഡ് ഇൻറ്റ്യൂട്ടീവ് റീസണിങ് ഇന്റർപെനട്രേറ്റ് ചെയ്യുന്നതും കൊണ്ട് അതങ്ങനെ നടക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് കുറച്ചുകൂടെ ആ പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പിന്നെ ഫ്രം എംപിറിസിസ്റ്റ് ടു ഐഡിയലിസ്റ്റ് ടു റേഷണലിസ്റ്റ് അങ്ങനെ പോകുന്നത്. എംപിറിസിസ്റ്റ് ടു റേഷണലിസ്റ്റ് ടു ഐഡിയലിസ്റ്റ് അങ്ങനെ പോകുന്നത്. എംപിറിസിസ്റ്റ് ഉണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഈ ആദ്യത്തെ പ്ലാറ്റോ അവരൊക്കെയാണോ അത് എംപിറിസിസ്റ്റ് ആയിട്ട് അദ്ദേഹം കണക്കാക്കുന്നത്? അതായത് ഈ എംപിറിസിസ്റ്റ് എന്ന് പറയുമ്പോൾ അവര് ബേസിക്കലി ദേ ഡിപ്പെൻഡ് ഓൺലി ഓൺ എക്സ്പീരിയൻസ് ഡിറൈവ്ഡ് ഫ്രം ദ സെൻസസ് അല്ലേ. അപ്പൊ അങ്ങനെ വരുമ്പോ അവർ അതേ തന്നെ പിടിച്ചു നിൽക്കും. പാസിംഗ് ത്രൂ ദ റേഞ്ച് ഓഫ് ബ്രില്യൻറ്റ് റേഷണലിസ്റ്റ്, അതായത് അവർക്ക് നോളജും റീസണും ഈ പറഞ്ഞ പോലെ എന്തോ ഉണ്ട്. നമുക്ക് ഈ പറഞ്ഞ ഈ ഇവോൾവ് ആയിട്ടുള്ള ക്രിയേറ്റീവ് എവല്യൂഷൻ വഴി വന്നവർക്ക് അങ്ങർക്ക് അവർക്ക് കാണും. അത് അവര് റാഷണലൈസ് ചിന്തിക്കും, രണ്ടും കൂടി കലർത്തി ചിന്തിക്കാൻ പറ്റും അല്ലേ? കലർത്തി ചിന്തിക്കാനുള്ളവര് കറക്റ്റ്. അപ്പൊ അവര് അവരൊക്കെ അങ്ങനെ ചിന്തിച്ചത് എപ്രയോറി അവർ സമ്മതിച്ചു. എംപിറിസ്റ്റ് ടു റേഷണലിസ്റ്റ്, പിന്നെ ഐഡിയലിസ്റ്റ് അവർ കുറച്ചുകൂടി ഉയർന്ന തലത്തില് അങ്ങോട്ടാണ്, എപ്രയോറിയിലോട്ട് അപ്പുറം പോകും അവര്. സട്ടിൽ ഫിലോസഫിക്കൽ സ്പെക്കുലേഷൻ. അപ്പൊ വളരെ അതിസൂക്ഷ്മമായ ആത്മീയ അല്ലെങ്കിൽ ദാർശനിക ചിന്തകളൊക്കെ കുറച്ചുകൂടി ഉയർന്ന തലത്തിലായിരുന്നു. അപ്പോൾ the norm in the mind of the modern is too implicitly taken for granted. എന്നിട്ട് അവരൊരു അത് പറയുന്നത് ഇറ്റ്സ് they will say it comes under human understanding എന്ന് പറയും. അവരത്രയും ആ ഉയർന്ന തലത്തിൽ മറ്റേതിന് കൊടുക്കൂല. എന്താണ് നമ്മുടെ മോഡേൺ എംപിറിസിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അവരെ എല്ലാത്തിലും ഒരു ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞ ടേം യൂസ് ചെയ്യുന്നു മാത്രമേ പറയാം. വേഗമായിട്ട് അത് മറ്റേ അത് വ്യക്തമല്ല. ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ അതിന്റെ സൂക്ഷ്മതലം എത്രമാത്രം ലോജിക് എങ്ങനെയാണ്, ഇൻറ്റ്യൂട്ടീവ് ആണ് അല്ലെങ്കിൽ അത് അതീന്ദ്രിയമാണോ, അതൊന്നും പറയത്തില്ല, വ്യക്തമാക്കത്തില്ല. അതീന്ദ്രിയമാണ്, പിന്നെ ഹൈലി സൂപ്പർ ഇന്റലിജൻസ് ആണ് എവോൾവ് ചെയ്യുന്നത്, അതൊന്നും അവർ പറയില്ല. ജസ്റ്റ് they will touch at the superficial level and say human understanding എന്ന്. പക്ഷെ what is the extent ഒന്നും അവർ ആക്കത്തില്ല, ക്ലിയർ ആക്കത്തില്ല. Then they have both kind of, the rationalists will have both kind of algebraic and geometrical thinking. ഈ geometrical thinking, algebraic thinking എന്ന് പറയുന്നത് മറ്റേ രണ്ടും കമ്പൈൻ ചെയ്യുന്നതാണ്. അതായത് എപ്രയോറിയും പിന്നെ എപ്രയോറിറ്റിയും രണ്ടും കമ്പൈൻ ചെയ്യുന്നത്. The Cartesian correlates for the first time gave a schematic status to the normalistic thinking brought by scholastics of the time. Such schematization recognized led Spinoza in his turn to think in terms of a mesh of mesh of small squares with which he proposed first to analyze the notion of the absolute. അത് കുറച്ചുകൂടെ എനിക്കൊന്ന് നോക്കേണ്ടതുണ്ട്. അതെന്താണ് ഈ സ്മോൾ സ്ക്വയർസ് എന്നുള്ളത്. അതെന്തോ ഒരു തലത്തിൽ അദ്ദേഹം അതിൽ വന്നെത്തിയിട്ടുണ്ട്. നോഷൻ ഓഫ് ദ ആബ്സല്യൂട്ട് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതെന്താണോ എന്ന് നമുക്ക് അറിയത്തില്ല. ഈ ലൈബ്നസിന്റെ അല്ലേ, ലൈബ്നസ് സ്പിനോസ. ലൈബ്നസ് വാസ് ഓൾസോ വൺ ഓഫ് ദ ഡ്രീമേഴ്സ് ഓഫ് എ യൂണിവേഴ്സൽ മാത്തമാറ്റിക്സ് basing itself on innate universal characteristics, along with a technique of arriving at complex concepts of combining relatively few simple ones taken as primitive. ഇതൂടെ എനിക്ക് ഈ ആർട്സ് കോമ്പിനറ്റോറിയ അടുത്ത ഒരു ഈ സ്കീമാറ്റിക്സ് ആൻഡ് സ്കീമാറ്റിസ്മോസും അത് കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അല്പോടെ എനിക്കൊന്ന്
വായിച്ചാലേ അത് ശരിയാവുള്ളൂ. എനിക്കത് അല്പം ഒരു ഡൗട്ട് ഉണ്ട്. എന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഏതിന്റെ ഈ മൊണാഡ്സ് ഒന്നും നമ്മൾ പറഞ്ഞില്ല. മൊണഡോളജി, മൊണാഡ്സിന്റെയും ഒക്കെ നമ്മൾ ഇതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ഇതാ ഈ മൊണഡോളജി എന്ന് പറയുന്നത് ഇതാണ് സംഭവം. അതെ, അതായത് ഇൻഫിനിറ്റ് ആയിട്ടുള്ള പിന്നെ ഗോഡ് എന്ന് പറയുന്നതോ അല്ലെങ്കിൽ നാച്ചുറേറ്റ് രണ്ടെണ്ണം ഉണ്ടെന്ന് സ്പിനോസ പറഞ്ഞായിരുന്നല്ലോ. Naturance is the mode in which the infinite substance of nature, that is what we say the divine, ultimate, expresses itself through the action. And the other one, naturata, is the created world in which reveals and symbolizes nature's action. അപ്പോൾ ആട്രിബ്യൂട്ട്സ്, അതായത് ഡിവിനിറ്റിയുടെ ആട്രിബ്യൂട്ട്സ് ഉള്ളത്, അതായത് നമ്മൾ പ്ലൂറാലിറ്റി കാണുന്ന പല കാര്യങ്ങൾ, പ്ലൂറാലിറ്റി എന്ന് നമ്മൾ ചിലപ്പം പറയുമായിരിക്കും, ബട്ട് ഓൾ ദോസ് ആർ മാനിഫെസ്റ്റേഷൻസ് ഓഫ് ദ ഡിവിനിറ്റി വിത്ത് ആട്രിബ്യൂട്ട്സ്. രണ്ടും ഒന്നാണെന്ന് ഉള്ള തലത്തിൽ. അപ്പം നമ്മൾ ഇതിന് മുമ്പേ പറഞ്ഞായിരുന്നല്ലോ, ആ രീതിയിൽ കാണണം. ദ പ്ലൂറാലിറ്റി ഓഫ് മോനാഡ്സ് എന്നും പറയുന്നത് അതും അത് തന്നെ. മോനാഡ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ഡിവിനിറ്റി, ദ സോൾ, ഗോഡ്, ദ സോൾ ആൻഡ് ദ ആറ്റംസ്. ഇത് മൂന്നും മോനാഡ്സ് ആണ്. അത് മോനാഡ് ഓഫ് മോനാഡ്സ് വിൽ ബി ദ അൾട്ടിമേറ്റ് ഡിവിനിറ്റി. അപ്പോൾ ഇങ്ങനെ എന്തൊക്കെയാണ്? മൂന്നെണ്ണം ഉണ്ട്. മോനാഡ്സ് എന്ന് പറയുന്നത്, especially there's another one word also, monadam means it's the three levels of that God, soul and the atom. These monads are the real atoms of nature, and in a word, the elements of things. അതിനകത്ത് അത് ലൈബ്നിസിന്റെ തന്നെയാണ് പ്ലൂറാലിറ്റി ഓഫ് മോനാഡ്സ്. അപ്പം പറയുന്നത് ഇതിന് മുമ്പേ നമ്മൾ ചെയ്തല്ലേ, the monads of which we speak here is nothing but a simple substance which enters into compounds. അതായത് പല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഈ ഡിവിനിറ്റിയുടെ ബേസ് ഉള്ളത് അതാണ്. ആ ഡിവിനിറ്റിയുടെ പ്രസൻസ് ആണ് സിമ്പിൾ സബ്സ്റ്റൻസ് എന്ന് അവർ ഉദ്ദേശിക്കുന്നത്. സിമ്പിൾ വാട്ട് ഇസ് മെന്റ് ഇസ് വിത്തൗട്ട് പാർട്സ്. അത് രണ്ടാവത്തില്ല, മൂന്നാവത്തില്ല. മീൻസ് ആ മോണിസം ഒന്നേ ഉള്ളൂ ആ ഒരു തലം. എന്നിട്ട് ഈ ഒരു ആറ്റമിനെക്കാട്ട് കൂടുതൽ ആറ്റംസ് കളക്ട് ചെയ്ത് വന്നാലും അതിനകത്ത് ആ ഒരു സിംഗിൾ സാധനമാണുള്ളത്, വിച്ച് ഇസ് നോട്ട്, വിച്ച് കനോട്ട് ബി സ്പ്ലിറ്റ്. ആൻഡ് ദ സെയിം വേ ഇൻ ഫോർ ദ ആറ്റംസ് ഓൾസോ ഇറ്റ് ഇസ് ലൈക്ക് ദാറ്റ്. അൾട്ടിമേറ്റ്ലി ദാറ്റ് ഈസ് ദെയർ ഇൻ എവറിത്തിങ്. സബ്-അറ്റോമിക് ആണെങ്കിൽ, അതായത് മൈക്രോ ആണെങ്കിൽ മാക്രോ ആണെങ്കിലും ഇതൊക്കെ ഉണ്ട്, ഇതെല്ലാം ഉണ്ട് എല്ലാത്തിലും എന്നുള്ളത്. അതാണ് ആ സ്പിനോ എന്താണ് അവരുടെ ഒക്കെ ആ ഇത്രയും. അത് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ രണ്ട് കാര്യം, സ്കീമാറ്റിസ്മോസും ആർട്സ് കോമ്പിനറ്റോറിയം, അതിനെക്കുറിച്ച് ഒന്ന് വായിച്ചാലേ നമുക്ക് ശരിക്ക് പറയാൻ പറ്റുള്ളൂ. Then only we can come to what is that subjectivism, selectionism and structuralism. മൂന്നെണ്ണം ഉണ്ട് അതിനകത്ത്. ആ ഒരു പോയിന്റിലോട്ട് എത്താൻ പറ്റുള്ളൂ. രണ്ട് മൂന്ന് കാര്യങ്ങൾ അതിനകത്ത് നമ്മൾ ശരിക്കൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം ഇന്നത്തേക്ക് നമുക്ക് ഈ ലാസ്റ്റ് പാരഗ്രാഫ് എടുത്തല്ലോ, അത് ചെയ്തല്ലോ. അപ്പൊ ഇൻ ബിറ്റ്വീൻ വന്ന പോയിന്റ് നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കിയിട്ട് ഈ ലാസ്റ്റ് പോയിന്റ് പാരഗ്രാഫ് കൂടെ ഒന്ന് ടച്ച് ചെയ്തിട്ട് നമുക്ക് അടുത്ത ക്ലാസ്, അടുത്ത ഡിസ്കഷനിൽ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോ we humbly bow and surrender ourselves to the all and ever pervading presence of the absolute love, bliss. Hari Om.